യുഎസും ഒറ്റക്കെട്ടായി കൈകോർക്കുകയാണ്. മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ വമ്പൻ നീക്കങ്ങളാണ് ഇരുവരും നടത്തിവരുന്നത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ബൈഡൻ ഭരണകൂടത്തിന്റെ ഇൻഡോ പസഫിക് തന്ത്രത്തെ വിശേഷിപ്പിച്ചത് യുഎസും ഇന്ത്യയും രൂപപ്പെടുത്തുന്ന മേഖലകളിൽ ഒരുമിച്ച് നിക്ഷേപം നടത്തുന്ന ഉഭയകക്ഷി ബഹുരാഷ്ട്ര ബന്ധങ്ങളുടെ ഒരു മികച്ച ഫ്രെയിംവർക്ക് എന്ന് തന്നെയാണ്. ക്വാഡിന്റെ അംഗങ്ങൾ എന്ന നിലയിലുള്ള സഹകരണത്തിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അർദ്ധചാലകങ്ങൾ എന്നിവ പോലെയുള്ള ഭാവി പരിപാടികൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈഡൻ ഭരണകൂടം ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ഹബ് ആൻഡ് സ്പോക്ക് ബന്ധത്തെ മാറ്റി ഏഷ്യയിൽ നിലവിലുള്ള നമ്മുടെ പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് മാത്രമല്ല, പുതിയതും നൂതനവുമായ രീതിയിൽ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഉതകുന്നതാണ്. ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായുള്ള ബഹുമുഖ ബന്ധം സൃഷ്ടിക്കുന്നതിനും നവീകരിക്കുന്നതിനുമൊപ്പം ഭരണകൂടം ഉഭയകക്ഷി ബന്ധങ്ങൾ ഇരട്ടിയാക്കി. ഇന്ത്യയും അമേരിക്കയും ഭാവിയെ രൂപപ്പെടുത്തുന്ന മേഖലകളിൽ ഒന്നിച്ച് നിക്ഷേപം നടത്തുന്നുണ്ട്. അർദ്ധചാലകങ്ങൾ മുതൽ കൃത്രിമ ബുദ്ധി വരെ. യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ത്യയുടെ അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇന്ത്യയിലേക്ക് എത്തിയത് അടിവരയിട്ട് പറയേണ്ട ഒന്നാണ്. ഇന്ത്യയും അമേരിക്കയും ശക്തവും തന്ത്രപരവുമായ ഉഭയകക്ഷി ബന്ധം കെട്ടിപ്പടുക്കുകയും ലോകത്തിന്റെ സുസ്ഥിരതയും സമൃദ്ധിയും സംഭാവന ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും പരസ്പരം ഇത്തരം പ്രാധാന്യം നൽകുന്നത് എന്നത് പരിശോധിക്കുകയാണെങ്കിൽ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒഴിച്ചുകൂടാനാകാത്ത പങ്കാളിയാണ്. ഏഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഉയർച്ചയോടെ ഇന്ത്യൻ മഹാസമുദ്രം നിർണായകമായ ആഗോള ആശയവിനിമയ ലൈനുകളുടെ ആസ്ഥാനം തന്നെയാണ്. ഒരുപക്ഷെ ലോക കണ്ടെയ്നർ ഉൽപ്പന്നങ്ങളുടെ 50% കപ്പൽ വഴിയുള്ള എണ്ണ, പെട്രോളിയം ഗതാഗതത്തിന്റെ 70% വരെ അവയിലൂടെ കടന്നുപോകുന്നു. പ്രതിരോധപരമായും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ ഐക്യമുണ്ട്. ഇന്ത്യക്ക് ഒരു വലിയ സൈനിക സേവനമുണ്ട്. ഇന്ത്യയുടെ സൈനിക കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 3 സേവനങ്ങളും ആധുനികവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ നാവികസേനയ്ക്കും ലോകോത്തര സാങ്കേതിക വിഭവങ്ങളുണ്ട്. ഇന്ത്യൻ സൈന്യം അവയിൽ കൂടുതൽ കാര്യങ്ങൾ തേടുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനമായി മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയുടെ വിശാലമായ നയതന്ത്ര ബന്ധങ്ങൾ, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിനായുള്ള അഭിലാഷങ്ങൾ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിലെ പങ്ക് എന്നിവ ഇന്ത്യയെ പ്രത്യേകിച്ചും ഫലപ്രദമായ ഒരു ആഗോള ശബ്ദമാക്കി തന്നെ മാറ്റുന്നുണ്ട്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരായ ഇന്ത്യയുടെ നിലപാട് അമേരിക്കയുടെ നിലപാടുമായി യോജിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുമായി ഏകോപിപ്പിച്ച് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ത്യക്ക് കൂടുതൽ കഴിയുമെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വിജയത്തിൽ അമേരിക്ക പ്രധാനമായും മുൻനിരയിൽ തന്നെയുണ്ട്. പിന്തുണ ലഭ്യമാക്കുകയും ചെയ്യും. കയറ്റുമതിയെ ആശ്രയിക്കുന്നതിന് പകരം ആഭ്യന്തര ഉപഭോഗം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുമെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നായി അമേരിക്ക നിലകൊള്ളുന്നുണ്ട്. സുപ്രധാനമായ മാനേജീരിയൽ വൈദഗ്ധ്യം, മൂലധനം, സാങ്കേതിക വിദ്യ എന്നിവ ചലനാത്മക ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലും മറ്റിടങ്ങളിലുമൊക്കെ ഇന്ത്യ വലിയ പങ്കുവഹിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യക്കുള്ള US പിന്തുണ നിർണായകമാകുമെന്നതും എടുത്തു പറയേണ്ടതുണ്ട്. നിരവധി വാണിജ്യ, ബഹിരാകാശ, പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ അമേരിക്ക ഗണ്യമായ സാങ്കേതിക വശം നിലനിർത്തുന്നുണ്ട്. അതിലേക്കുള്ള പ്രവേശനം ഇന്ത്യൻ ദേശീയ താൽപര്യങ്ങൾക്കും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും പ്രയോജനകരമാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യയും അമേരിക്കയും എല്ലാ അർത്ഥത്തിലും കൈകോർത്തുകൊണ്ട് എല്ലാ മേഖലകളിലും പരസ്പര സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.